ഹായ്, ആർട്ട് മെറ്റീരിയൽ വർക്ക്ഷോപ്പിൻ്റെ 4ാമത്തെ എപ്പിസോഡാണിന്ന്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ആർട്ട് മെറ്റീരിയൽ വർക്ക്ഷോപ്പ് എപ്പിസോഡ്സിലായിട്ട്, അതായത് പെൻസിൽസിൻ്റെ, ഇറേസേഴ്സിൻ്റെ, പേപ്പേഴ്സിൻ്റെ ഈ എപ്പിസോഡ്സിലെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആർട്ട് മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ അല്ലാത്ത കുറച്ച് ആർട്ട് മെറ്റീരിയൽസിനെ പറ്റിയാണ്. വേണമെങ്കിൽ നമുക്ക് ഈ മിസലേനസ് കാറ്റഗറി എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏതാനും മെറ്റീരിയൽസ്. പൊതുവേ ആർട്ടിസ്റ്റുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. അതേസമയം ഈ മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വർക്ക് ലോഡ് ഒരുപാട് കുറയുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ക്വാളിറ്റിയും എഫിഷ്യൻസിയും ഒരുപാട് കൂട്ടാറുണ്ട്. അതേസമയം ടെക്നിക്കലി ഇതൊന്നും ആർട്ട് മെറ്റീരിയൽസേ അല്ലതാനും. അങ്ങനത്തെ ഏതാനും മെറ്റീരിയൽസിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ മെറ്റീരിയൽസിനെ പറ്റിയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാനലിനെ പറ്റി ഒന്ന് സംസാരിക്കട്ടെ. ഇന്നത്തെ കാലത്ത് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് പണ്ടത്തെ പോലെയല്ല. പണ്ടായിരുന്നെങ്കിൽ ചിത്രം വരയ്ക്കുന്നത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ. ആർട്ട് എന്നതിനേക്കാൾ ഏറെ അതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റ്സ് അതിന് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആർട്ട് ഫോട്ടോഗ്രാഫി, ആർട്ട് എഡിറ്റിംഗ്, പിന്നെ സോഷ്യൽ മീഡിയയും ആർട്ടും, ഇതുപോലെയുള്ള ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ആർട്ട് മെറ്റീരിയൽസ് വാങ്ങുകയാണെങ്കിൽ എവിടെ നിന്ന് വാങ്ങണം, അതേപോലെ തന്നെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണ്, കമ്മീഷൻഡ് ആർട്ടിനെ പറ്റി എന്തൊക്കെയാണ്, ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാനൽ റൺ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ആർട്ട് എഡിറ്റിംഗ് പഠിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ചാനലിൽ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് നോർമൽ സെർച്ച് ബട്ടൺസിലൊന്നും നമുക്ക് കിട്ടിയെന്ന് പോലും വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇഫ് യു ആർ ഇൻ ടു ദിസ് സ്റ്റഫ്, അതായത് ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇതൊക്കെ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. പിന്നെ പറ്റുമെങ്കിൽ ആ ഒരു ബെല്ലൈക്കണിലൊരു. അപ്പോൾ ഏതായാലും നമുക്ക് ആ മെറ്റീരിയൽസിനെ പറ്റി സംസാരിച്ച് തുടങ്ങാം. ഇത്രയും നേരം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ കയ്യിലിരുന്ന ഈ ഒരു മെറ്റീരിയൽ, ഇതാണ് നമ്മുടെ ആദ്യത്തെ മിസലേനസ് മെറ്റീരിയൽ, അതായത് പെൻസിൽ എക്സ്റ്റൻഡർ. ഒരുപാട് പേർക്കും ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ മാർക്കറ്റിലുള്ളതായിട്ട് അറിയേയില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ഏതായാലും ഡ്രോയിങ് കമ്മ്യൂണിറ്റീസിലെല്ലാം പോസ്റ്റ് ചെയ്തിരുന്നു. അതൊരു ഫ്ലാറ്റ് ലേ ഫോട്ടോഗ്രാഫി ആയിരുന്നു. അതായത് എൻ്റെ എല്ലാ മെറ്റീരിയൽസും എൻ്റെ ചിത്രത്തിന് ചുറ്റും വെച്ച് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടതായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോഗ്രാഫിന് ചുറ്റുമുള്ള മെറ്റീരിയൽസിൽ ഓരോന്നായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പലരും എനിക്ക് മെസ്സേജ് അയച്ച് ഇതെന്താണ് മെറ്റീരിയൽ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ചോദ്യം, ഒന്നാമത്തെ ചോദ്യമായിരുന്നു ഇതെന്താണ് സാധനം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ശരിക്കും ഇങ്ങനത്തെ ഒരു ഐഡിയ എനിക്ക് വന്നത്. കാരണം ഇതുപോലത്തെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത്. എൻ്റെ കയ്യിലിരിക്കുന്ന, അതായത് ഇത്രയും നേരം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒരു പെൻസിൽ നോക്ക്. ഈ ഒരു പെൻസിലിൻ്റെ സൈസ് ഇതാണ്. അപ്പോൾ ഈ ഒരു പെൻസിൽ എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കതൊരു പെൻസിൽ എക്സ്റ്റൻഡറിനകത്ത് ഇടുമ്പോഴേക്കും വളരെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അതായത് നിങ്ങളും ഇതുപോലെ ചെറിയ പെൻസിലൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ, ഇത് ഉപയോഗിക്കാൻ മാത്രം എന്തിനാണ് ഒരു പെൻസിൽ എക്സ്റ്റൻഡർ എന്ന്. നമ്മളൊരു നോർമൽ റെഗുലർ പെൻസിൽ നമ്മുടെ ചിത്രം വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അതൊരു ഫ്ലാറ്റ് സർഫസിലേക്ക് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇതിന് ഇപ്പോൾ മെക്കാനിക്സിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയും. അതായത് ഇതിന് നമ്മൾ 3 ആംഗിളിലൂടെയാണ് ഇതിന് നമ്മൾ ബലം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ആ പ്രഷറിലാണ് ഈ പെൻസിൽ അനങ്ങാതെ, അതായത് വൈബ്രേറ്റ് ചെയ്യാതെയോ തെറ്റിപ്പോവാതെയോ നമുക്ക് മാക്സിമം പിടിച്ചു നിർത്താൻ പറ്റുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഈ 2 വിരലുകൾ ഈ ഒരു പെൻസിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അതേസമയം നോക്കുക, നമുക്ക് ഈ വിരൽ ഉപയോഗിച്ച് വരയ്ക്കാം. പക്ഷേ കൂടുതൽ പേര് എനിക്കറിയാം നടുവിരലും തള്ളവിരലും വെച്ചിട്ടാണ് ചിത്രം വരയ്ക്കുന്നത്. അതേസമയം മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൈവിരലുകളുടെ ഇടയിലുള്ള ഈ ഒരു ഭാഗത്ത് റസ്റ്റ് ചെയ്യുന്നതാണ്. അതിനൊപ്പം തന്നെ ചിലർ ഈ ഒരു ചൂണ്ടുവിരൽ ഉപയോഗിച്ച് അതിനെ അമർത്തി പിടിക്കാറുമുണ്ട്. അപ്പം നടുവിരലും തള്ളവിരലും ചൂണ്ടുവിരലും അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗവും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പെൻസിലിനെ അനങ്ങാതെ പിടിക്കുന്നത്. അതേസമയം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെൻസിലിൻ്റെ അടിഭാഗത്ത് ഈ ഒരു മോതിര വിരലുകൂടെ ഉപയോഗിച്ച് 4ാമതൊരു പ്രഷറോട് കൊടുക്കും. പക്ഷേ നമ്മളൊരു ചെറിയ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ അത് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാൻ മാത്രമുള്ളൊരു വലിപ്പം ആ ഒരു പെൻസിലിനില്ല. അതുകൊണ്ട് തന്നെ നോക്കുക, നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അതിനെ ഈ 2 വിരൽ ഉപയോഗിച്ച് നല്ല പ്രഷർ കൊടുത്ത് പിടിച്ചിട്ടായിരിക്കും പലരും ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ അനങ്ങാതിരിക്കാനായിട്ട് നല്ല പ്രഷർ കൊടുത്ത് ഈ പെൻസിലിനെ അങ്ങനെ പിടിക്കുമ്പോൾ വളരെ വേഗം നമ്മുടെ കൈ മടുക്കും. അപ്പോൾ നമ്മുടെ എഫിഷ്യൻസി നന്നായിട്ട് കുറയും. അതോടൊപ്പം തന്നെ ഇതൊരു ഭയങ്കര സ്ട്രെയിനുള്ളൊരു കാര്യമാണ്. ഇത്രയും ചെറിയൊരു സാധനത്തിനെ ഷാർപ്പൻ ചെയ്യാനോ ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ പലരും ഈ ഒരു വലിപ്പം ആവുമ്പോൾ തന്നെ പെൻസിൽ ഉപേക്ഷിക്കാൻ തുടങ്ങും. അപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ളൊരു തൂക്കി കിട്ടുന്ന ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പെൻസിൽസ് അതിൻ്റെ മാക്സിമം അളവിൽ വരെ ഉപയോഗിക്കാം. ആൻഡ് ഗസ് വാട്ട്, ഞാനിത് വളരെ ചെറുതായിട്ട് ഇനി ഷാർപ്പൻ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന അത്ര വരെ ഇങ്ങനത്തെ പെൻസിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു പെൻസിൽ അല്ല എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറിയ പെൻസിൽ,
പക്ഷേ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് എടുത്തത്. ഇതിൻ്റെ 8B എന്ന് പറയുന്നത് ഇതിനേക്കാളും ചെറുതായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ അത് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ്. സോ അണ്ടർസ്റ്റാൻഡ്, അത് അത്രയും ചെറിയ പെൻസിൽസ് പോലും നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെയും റിസോഴ്സ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ മെറ്റീരിയൽ ഇത്രയും നേരം നമ്മുടെ സ്ക്രീനിലുണ്ടായിരുന്നു, അതായത് ഡ്രോയിങ് ബോർഡ്. ഈ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ വളരെ കോമൺ ആണ്, അതായത് ഒരുപാട് പേര് ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു ഡ്രോയിങ് ബോർഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ ഇതേ ടോപ്പിക്ക് തന്നെ ഞാൻ മറ്റൊരു മെറ്റീരിയൽ കൂടെ ആഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ബോർഡിലാണ് ഞാൻ പൊതുവെ ചിത്രം വരയ്ക്കാറുള്ളത്. ഇതിനകത്താണ് ഞാൻ എൻ്റെ ചിത്രം പേസ്റ്റ് ചെയ്ത് ഒട്ടിക്കാറുള്ളത്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണെങ്കിൽ തന്നെ എനിക്കിവിടെ 2 സർഫസ് ഉണ്ട് ഒരേ സമയം. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൈം ലാപ്സിനോ മറ്റതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു വുഡൻ ഫിനിഷ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇതുപോലെ വുഡൻ ഫിനിഷ് ഉള്ള ഇങ്ങനത്തെ ഡ്രോയിങ് ബോർഡുകൾ, എസ്പെഷ്യലി ഇത് ഒരല്പം കൂടെയും കാർഡ്ബോർഡ് മെറ്റീരിയലോ അല്ലെങ്കിൽ പ്ലൈവുഡോ അതൊക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. മാക്സിമം സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ഉള്ള ഒരു ഡ്രോയിങ് ബോർഡ് വാങ്ങുക. ഇരുവശങ്ങളിലും ഇങ്ങനെ സ്മൂത്ത് സർഫസ് ഉള്ള ടൈപ്പ് ആണെങ്കിൽ അത് വളയുകയോ തിരികെ ചെയ്യാതെ മാക്സിമം സ്റ്റിഫായിട്ട് തന്നെ ഇരുന്നോളും. അങ്ങനത്തെ കുറേ പ്രോസ് ഉണ്ട്. ഇപ്പോൾ ഈ മേടിച്ചിരിക്കുന്നത് ഒരു A2 സൈസ് ബോർഡാണ്. അപ്പോൾ എനിക്ക് A3 സൈസ് താഴെയുള്ള ഏത് സൈസ് ഡ്രോയിങ്ങും ഈവൻ A2 വരെ എനിക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒട്ടിച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് എനിക്കത് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഉപകാരപ്രദമായിരിക്കും. പിന്നെ വേറൊരു ഗുണമുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ എൻ്റെ ഈസൽ അതായത് ഡ്രോയിങ് സ്റ്റാൻഡിൽ വെച്ചാണ് വരച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് ഈ ഒരു ഡ്രോയിങ് സ്റ്റാൻഡ് എന്ന് പറയുന്നൊരു സാധനം യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതിലിപ്പോൾ എനിക്ക് വരയ്ക്കുമ്പോൾ വലിയ സ്ട്രെയിൻ ഇല്ല, വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുമില്ല. അതേസമയം നമുക്ക് ചിലപ്പോൾ ഫ്ലാറ്റ് സർഫസിൽ വെച്ച് വരയ്ക്കേണ്ട ആവശ്യം വരും ചില ഭാഗങ്ങൾ ചെയ്യുമ്പോൾ. എസ്പെഷ്യലി നമ്മൾ ഈ ബ്രഷൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്യാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ പൊടി ഇങ്ങനെ താഴേക്ക് വീണ് പോകരുത്. അതിനൊക്കെയായിട്ട് നമ്മൾ ഫ്ലാറ്റായിട്ട് ടേബിളിൽ വെച്ച് വരയ്ക്കുന്ന സിറ്റുവേഷനിൽ ഇതിലാണ് ഞാനിത് മൊത്തം മാസ്ക് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ എനിക്കത് വളരെ നിസ്സാരമായിട്ട് എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാം. അതേസമയം ഏതെങ്കിലും ഒരു ബുക്കിലോ അല്ലെങ്കിൽ ടേബിളിലോ ഒട്ടിച്ചാൽ എനിക്ക് അതുപോലെ ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനോ മാറ്റാനോ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഇനി ഇതേ ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന മറ്റൊരു മെറ്റീരിയലാണ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്. അതായത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് പെയിൻറ്റിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. ആൻഡ് ആക്ച്വലി ഇത് എല്ലാ സ്റ്റേഷനറി സ്റ്റോറിലും അവൈലബിൾ ആണ്. 10-15 രൂപ എങ്ങാണ്ടാണ് അതിന് വില, എനിക്ക് ഓർമ്മയില്ല, ഞാൻ പണ്ട് മേടിച്ചതാണ്. ഇതിന് ഗുണം എന്ന് പറഞ്ഞാൽ 4 സൈഡിൽ ഓരോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വരച്ച ചിത്രത്തിന് മുകളിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഒട്ടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സ് ഒരുപാട് കുറയ്ക്കാം. ട്രസ്റ്റ് മീ, ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതിപ്പോൾ ഒരു A3 ഷീറ്റാണ്. ഞാൻ എൻ്റെ ഹാഫ് പാർട്ട് മാത്രം വരച്ചതുകൊണ്ട് ഞാൻ സിംഗിൾ മാത്രമാണ് ഒട്ടിച്ചിരിക്കുന്നത്. ആൻഡ് ഇഫ് യു വാണ്ട് ഇങ്ങനത്തെ 2 എണ്ണം പരസ്പരം ചേർത്ത് ഒട്ടിച്ച് വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഇത് കൺസേർവ് ചെയ്ത് വെക്കാം. ഇനി അതേസമയം പെയിൻറ്റിങ് എല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിന് മുകളിൽ നേരെ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഒട്ടിക്കാൻ പറ്റില്ല, ശരിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ 4 സൈഡിൽ ഓരോ കാർഡ്ബോർഡ് കഷ്ണം ഒട്ടിച്ച് വെക്കുക ചിത്രത്തിന് ചുറ്റും. അതിന് മുകളിൽ ഒട്ടിക്കുക. അതായത് ഡയറക്റ്റ് പെയിൻറ്റിങ് തട്ടാതെ ഒരു ഫ്രെയിം ലുക്കിൽ നമുക്ക് ആ ഒരു ചിത്രത്തെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ഓയിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർ സ്ഥിരം അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഇപ്പോൾ മണ്ണെണ്ണയൊക്കെ ഇട്ടാൽ അതിനകത്ത് ഈച്ചയും അതേപോലെ തന്നെ മറ്റ് ജീവികൾ ഈലെല്ലാം വന്ന് അതിനകത്തിരുന്ന ചിത്രം നശിപ്പിക്കുന്നത്. അതൊക്കെ കുറേയൊക്കെ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കാണുന്നവർക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും ഇതൊരു ചിത്രമാണെന്ന്. ഇതിനകത്ത് കയറി തുടരുത് എന്നുള്ള കാര്യം മനസ്സിലാവും. നമ്മളിപ്പോൾ വല്ല ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ അതറിയാതെ വന്ന് അതിനകത്ത് കയറി തൊട്ടുള്ള പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് മാക്സിമം മേടിച്ച് സൂക്ഷിക്കുക. ആൻഡ് ഇതുപോലത്തെ ഗ്ലാസ് ഷീറ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് മെറ്റീരിയൽ വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ആയാലും ഓക്കെയാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പേപ്പറിൻ്റെ ഒരു ചെറിയ സെറ്റ് മേടിക്കുകയാണെങ്കിൽ അത് പൊതിഞ്ഞ് വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ, അതായാലും മതി. നമുക്ക് വേണ്ടത് ഈ ഒരു ചിത്രം കേടാവാതെയോ നാശാവാതെയോ നമുക്ക് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത്തത് കാണിച്ചപ്പോഴേക്കും നിങ്ങൾ കുറേ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് മാസ്കിംഗ് ടേപ്പ്. ഞാനിപ്പോൾ ഈ ചിത്രം ഇതിനകത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാനിത് സെലോ ടാപ്പ് പോലത്തെ മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതായിരിക്കും പലരും ചിന്തിക്കുന്നത്. ഇത് ഇൻഡസ്ട്രിയൽ ഗ്രേഡായിട്ടും അതേപോലെ തന്നെ ക്രാഫ്റ്റ് ഗ്രേഡായിട്ടും ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഈവൻ നമുക്ക് ഏത് മേടിച്ചാലും കുഴപ്പമില്ല. ക്രാഫ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ കുറച്ചുകൂടെ പശ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പേപ്പറിൽ ഡയറക്റ്റ് ഒട്ടിച്ചാലും പേപ്പർ ഒരിക്കലും കീറില്ല. പക്ഷേ ഇതൊരല്പം കൂടി ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ആ ഒരു ടൈപ്പാണ്. അതായത് കൂടുതൽ ഈ പെയിൻറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്ന ഈ ജനലിനൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ മാസ്ക് ചെയ്ത് കളയില്ലേ, ജനലിൻ്റെ ചില്ലിനകത്ത് പെയിൻ്റ് ആവാതെ ആ ടൈപ്പ്. അതേപോലെ തന്നെ കോണേഴ്സൊക്കെ പെയിൻ്റ് അടിക്കുമ്പോഴൊക്കെ ആയിട്ട് ഇവർ ഈ സാധനം യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 4 കോണേഴ്സിൽ ഇത് ഒട്ടിച്ചാൽ ഒരിക്കലും അതിനകത്ത് അഴുക്കാവില്ല. പേപ്പേഴ്സിൻ്റെ വീഡിയോയിൽ ഞാനിതിൻ്റെ യൂസേജിനെ പറ്റിയെല്ലാം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ആൻഡ് ടൈം സ്റ്റാമ്പ് നോക്കിയതാ ഈ ഒരു കോർണറിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആൻഡ് ടാപ്പ് ദാറ്റ്. അതേപോലെ ഈ ഒരു ടൈപ്പ് സാധനമാണ് നമ്മൾ ഒട്ടിക്കുന്നതെങ്കിൽ, ഇൻഡസ്ട്രിയൽ ടൈപ്പാണ് നമ്മൾ മാസ്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് എപ്പോഴും ഒരു ക്ലോത്ത് പീസ് കൈ കരുതുക. അതിൻ്റെ പ്രധാന യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ആ ഒരു ക്ലോത്തിനകത്ത് ഇതൊന്ന് ഒട്ടിച്ച് പശ അല്പം കളയാം. അതേപോലെ തന്നെ എന്തെങ്കിലും അഴുക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ ഒന്ന് തുടയ്ക്കാനും മറ്റതിനെല്ലാമായിട്ടൊരു ക്ലോത്ത് പീസും കൂടെ കൈ കരുതുക. അപ്പോൾ ടെക്നിക്കലി ഇഫ് യു കൗണ്ട്
നമ്മൾ ബോർഡ്, പ്ലാസ്റ്റിക് ഷീറ്റ്, മാസ്കിംഗ് ടേപ്പ്, ക്ലോത്ത്, പിന്നെ പെൻസിൽ എക്സ്റ്റൻഡർ 5 ഐറ്റംസ് കടന്നു കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇതിനെല്ലാം ഒരു സബ് ഐറ്റംസ് ആയിട്ട് കൂട്ടുന്നത് കൊണ്ട് ഇതാണ് നമ്മുടെ തേർഡ് പാർട്ട്. ഇനി 4ാമത്തെ വസ്തു എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്ലേഡുകളാണ്. ഹാൻഡ് ബ്ലേഡ് അല്ലെങ്കിൽ തെർമോകോൾ കട്ടർ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേഷനറി കടകളിലും ലോക്കൽ കടകളിലെല്ലാം ഈ സാധനം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ 5 രൂപയുടെ ഇതിലുള്ള നടരാജിൻ്റെ ടൈപ്പ് ബ്ലേഡാണ്. അതേസമയം നമുക്കിപ്പോൾ 15 രൂപയ്ക്ക് കൊടുത്താൽ കുറച്ചുകൂടെ ലെങ്ത് ഉള്ള ടൈപ്പ് കിട്ടും. നമുക്ക് കുറച്ചുകൂടെ കട്ട് ചെയ്ത് കുറേ കൂടെ യൂസ് കിട്ടുന്ന ടൈപ്പുണ്ട്. ആൻഡ് ഇതിന് പല യൂസ് ഉണ്ട്. നമ്മൾ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ തന്നെ ഇതൊരു മൾട്ടി പേർപ്പസ് ഡിവൈസ് തന്നെയാണ്. ആദ്യത്തെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെൻസിൽ ഷാർപ്പനിങ് തന്നെയാണ്. അതായത് ഈ ഒരു മൊത്തം മരം കട്ട് ചെയ്തുള്ള പെൻസിൽ ഷാർപ്പനിങ്ങിൻ്റെ ആവശ്യമില്ല. ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു ടൈപ്പ് ഷാർപ്പനർ ഉപയോഗിച്ചിട്ട് നമ്മുടെ പെൻസിൽ ഷാർപ്പൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മൊന ചിലപ്പോൾ ഷാർപ്പൻ ആയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മുടെ വുഡ് പാർട്ട് മൊത്തം നല്ല ക്ലീൻ ആൻഡ് ഷാർപ്പായിരിക്കും. പക്ഷേ മൊനയിൽ ഒരല്പം ക്രാക്സ് ആൻഡ് ക്രീവിസസ് ഒക്കെ ഉള്ള രീതിയിൽ ഒരുമാതിരി നമ്മുടെ ടോം ആൻഡ് ജെറിയിലെ ജെറി മൗസിൻ്റെ കയ്യിലിരിക്കുന്ന ചീസ് പോലെ ഒരുമാതിരി പോർക്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്കത് നല്ല ഷാർപ്പ് ആൻഡ് ക്രിസ്പി ആയിട്ട് വേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കതിൻ്റെ മൊന മാത്രമായിട്ട് ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ചെത്തി ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പെൻസിൽ മാക്സിമം ഉപയോഗിക്കാം. അതായത് ഇത് നമ്മളൊന്ന് സ്നേഹിച്ച് തുടങ്ങുന്നതിന് മുമ്പേ അതങ്ങ് ചെറുതായി അത് ഇത്രയും വലുപ്പം ആവൂല. ഇനി 2ാമത്തെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലെൻഡിങ് സ്റ്റമ്പ്, അതായത് പേപ്പർ സ്റ്റമ്പ് എന്ന് പറയുന്ന സാധനം ഷാർപ്പൻ ക്ലീൻ ചെയ്യുന്നതിനാണ്. നമുക്ക് ചെത്തി ഷാർപ്പൻ ചെയ്ത് ക്ലീൻ ആക്കാം വളരെ വേഗം ഈ പരിപാടിയിൽ. മാത്രമല്ല ഷാർപ്പായിട്ടുള്ളൊരു ഏരിയ ഓഫ് കർവേച്ചർ ഇതിന് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ടൈപ്പ് സാധനം വെച്ച് നമുക്ക് നടക്കുകയും ചെയ്യാം. ആൻഡ് ഷേവിംഗ് ബ്ലേഡ് ഉപയോഗിക്കാതിരിക്കുക, കൈമുറി. അതേപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ പരിചയമില്ലാത്തവർക്കായിട്ട് ഇതൊരു ബ്ലെൻഡിങ് ടൂളാണ്. ബ്ലെൻഡിങ്ങിനും സ്മഡ്ജിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും മികച്ച മെറ്റീരിയലിലൊന്നാണ് ഈ ഒരു ബ്ലെൻഡിങ് സ്റ്റമ്പ് എന്ന് പറയുന്നത്. ഇനി ഇറേസേഴ്സിൻ്റെ വീഡിയോയിൽ ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു മെറ്റീരിയലാണ് ടോംബോ മോണോസീറോ ഇറേസർ. ഈ ടോംബോ മോണോസീറോയുടെ അറ്റം, അതായത് ഒരു 0.7 mm മാത്രമുള്ള ഒരു ഇറേസറാണ്. അപ്പോൾ ഈ ഒരു ടോംബോ മോണോസീറോ എപ്പോഴും അഴുക്കാവുന്ന ഒരു ഇറേസറാണ്. ഉദാഹരണത്തിന് ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതലും ഹൈലൈറ്റിങ്ങിനാണ്. ഹൈലൈറ്റിങ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളെ ചിത്രത്തിലുള്ള എന്തെങ്കിലും ഒരു ഡീറ്റെയിലിനെ നമ്മൾ ഇത് വെച്ചങ്ങ് ഒപ്പി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ, ആ അഴുക്ക് മുഴുവൻ ഈ ഒരു ഇറേസറിൻ്റെ ടിപ്പിൽ വന്ന് അടിഞ്ഞു കിടക്കും. നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ വെളുത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ വരയ്ക്കാൻ നോക്കുമ്പോഴായിരിക്കും എന്ത് സംഭവിക്കുക? ഈ അഴുക്ക് മുഴുവൻ ആ പേപ്പറിലേക്ക് പതിയുക. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ ഈ ടോംബോ മോണോസീറോ ഇറേസറൊക്കെ ക്ലീൻ ചെയ്യാൻ ഇതെടുത്തിട്ട് ആ അൺക്ലീൻ ആയ പാർട്ട് അങ്ങ് ചെത്തിക്കളയാം. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് യൂസും ചെയ്യാം. മാത്രമല്ല വളരെ ഷാർപ്പ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു സർഫസ് ഇതിന് കിട്ടാനും ഈ ഒരു ബ്ലേഡാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മുടെ റെഗുലർ ഇറേസർ ആണെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് നമ്മുടെ കയ്യിലെടുത്താൽ തന്നെ അതിനകത്ത് അഴുക്കാവാൻ തുടങ്ങും. അഴുക്കിൻ്റെ ഒരു മാഗ്നറ്റാണ് ഈ റെഗുലർ ഇറേസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള അഴുക്കുകളെല്ലാം അടിഞ്ഞ ശേഷം അത് ക്ലീൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ പേര് ചെയ്യുന്നത് വീട്ടിലെ വെള്ള ചൂരി കൊണ്ടുപോയിട്ടത് ഉരച്ച് ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ സംഭവിക്കുന്നൊരു കാര്യം എന്താ? അതിലുള്ള അഴുക്ക് ആ വെള്ള ചൂരിലേക്ക് പതിയും. ആൻഡ് അത് ഓൾമോസ്റ്റ് പെർമനൻറ്റും ആയിരിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് മാഞ്ഞും പോവില്ല. അവസാനം അവിടെ ഒരു അഴുക്കായിട്ട് തന്നെ അത് കിടക്കും. ആൻഡ് ആ ഒരു ഇറേസർ ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ല ഐഡിയ എന്ന് പറയുന്നതും ഈ ടൈപ്പ് ഷാർപ്പനർ തന്നെയാണ്. അതായത് ഒരു പഴയ കേടായ ഇറേസറോ അല്ലെങ്കിൽ ഫുൾ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരു ഇറേസറോ ഇത് വെച്ച് നമുക്ക് ചെത്തി ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷായിട്ട് ചിത്രം വരയ്ക്കാനും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല ഈ ടോംബോ മോണോസീറോ ഇറേസർ എന്ന് പറയുന്നത് വേണമെങ്കിൽ പേനയ്ക്കകത്തൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്ന കുറേ യൂട്യൂബ് ചാനൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് വേണമെങ്കിൽ റബ്ബറൊന്ന് കട്ട് ചെയ്യാനും മറ്റേനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. ആൻഡ് കുറച്ചെണ്ണം മേടിച്ച് വെക്കുക, ഒരു 3-4 മേടിച്ച് വെക്കുകയാണെങ്കിൽ ഇത് ബ്ലണ്ട് ആവുമ്പോൾ നമുക്ക് നെക്സ്റ്റ് യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇനിയുള്ള ലാസ്റ്റ് മെറ്റീരിയൽ സാൻഡ് പേപ്പറാണ്. ഇൻഡസ്ട്രിയൽ യൂസിനുള്ള സാൻഡ് പേപ്പർ എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ വരക്കാർക്ക് വളരെയധികം യൂസ് ഉള്ളൊരു മെറ്റീരിയലാണ്. 4ാമതായിട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു മെറ്റീരിയൽ, അതായത് നൈഫ് എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ ഒരു കംപ്ലീറ്റ് റീപ്ലേസ്മെൻ്റ് ആണ്. അതായത് ഇതൊരു കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ ആണെങ്കിൽ, അതായത് കുറച്ചുകൂടെയും എല്ലാം വെട്ടി നേരത്തെ ക്ലീൻ ആക്കുന്ന പരിപാടിയാണെങ്കിൽ ഇത് കുറച്ചുകൂടെയും ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഒരുപാട് വേസ്റ്റേജ് വരാതെ ക്ലീൻ ആക്കാൻ പറ്റുന്നത്. ഒന്നാമതായിട്ട് നിങ്ങളിപ്പോൾ ഒരു പേപ്പർ സ്റ്റമ്പിൻ്റെ അറ്റം മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വളരെ ക്ലീൻ ആൻഡ് സർക്കുലർ ഏരിയ ഓഫ് കർവേച്ചറാണ്. പക്ഷേ നമ്മളിത് ഷാർപ്പനർ വെച്ച് കട്ട് ചെയ്തെല്ലാം ഭയങ്കര ഷാർപ്പ് എൻഡുകളായിരിക്കും. ഈ ഷാർപ്പ് എൻഡുകളായിരിക്കും നമുക്ക് എപ്പോഴും വേണ്ടത്. നമുക്ക് കുറച്ചും കൂടി സ്മൂത്തറായിട്ടുള്ള വളഞ്ഞ എൻഡായിരിക്കും നമുക്ക് വേണ്ടത്. അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്കിതെടുത്ത് ഒരച്ചൊരച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ഉരുട്ടി ഒരു റോളാക്കിയിട്ട് അതിനകത്തിട്ട് ഇതുപോലെ കയറ്റിയിട്ട് ഉരച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ക്ലീൻ ആക്കാം. ആൻഡ് ഇതൊരു പുതിയ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തിട്ട് ഉരയ്ക്കാത്തത്. വെറുതെ എന്തിനാ?
അതേസമയം നമ്മൾ പെൻസിലൊക്കെ വരയ്ക്കുകയാണെങ്കിൽ, നമ്മൾ ചിത്രം വരയ്ക്കാനും മറ്റേനൊക്കെ ആയിട്ട് പെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എപ്പോഴും ഷാർപ്പൻ ചെയ്യാനായിട്ട് നമുക്ക് ഒന്നുകിൽ ബ്ലേഡോ ഷാർപ്പനറിനെയോ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇതൊരു സാൻഡ് പേപ്പറിൽ ഒരു ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അറ്റം ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് വളരെ എളുപ്പത്തിൽ അത് മാനേജ് ചെയ്ത് പോവുകയും ചെയ്യാം. അപ്പോൾ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഷാർപ്പനിങ്ങിനായിട്ട് ഇത് മൊത്തം നിർത്തി കൈ മാറ്റേണ്ട ആവശ്യം പോലുമില്ല. കൈയിൻ്റെ ആ ഒരു ഗ്രിപ്പ് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് നേരെ ഇവിടെ ഒരു സാൻഡ് പേപ്പർ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഒരൊര ചിത്രം വരയ്ക്കുക, അടുത്തൊര ചിത്രം വരയ്ക്കുക, അതുപോലെ വരച്ച് നമുക്ക് മുഴുവനായിട്ട് തീർക്കാൻ പറ്റും. ഷാർപ്പായിട്ടുള്ള രീതിയിൽ പെൻസിൽ വെച്ചുകൊണ്ട് മാത്രം ചിത്രം വരയ്ക്കുന്ന രീതികൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഇത്രയും ഉപകാരമാകുന്നത്. ഇനി ടോംബോ മോണോസീറോ ഇറേസറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഉപകാരമായിട്ട് തോന്നുന്നൊരു കാര്യമാണ് സാൻഡ് പേപ്പർ. അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഹെയറൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ടോംബോ മോണോ ഉപയോഗിക്കുന്നത്. അതായത് ഹെയറിൻ്റെ ഓരോ ലൈൻസിലൂടെയും നമ്മൾ ഇറേസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ തവണ ഹെയറിലൂടെ ഒന്ന് ഓടിക്കുമ്പോഴും ഈ ഇറേസറിനകത്ത് മുഴുവൻ അഴുക്കും വന്ന് അടിഞ്ഞുകൂടും. അപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. നമുക്ക് ഉടനെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്ലേഡ് എടുത്ത് ചെത്തിക്കളയാനാണ് പ്ലാനെങ്കിൽ ഒരു ചിത്രം വരച്ച് തീരുന്നതിന് മുമ്പ് ഈ ഒരു റീഫിൽ എൻറ്റയർലി തീർന്നു പോകും. ആൻഡ് വി കാൺ അഫോർഡ് ദാറ്റ്. ഇതൊരു 300 രൂപ വിലയുള്ള ഒരു ഇറേസറാണ്. ആൻഡ് ഇതിൻ്റെ റീഫിൽസ് ഉണ്ടെങ്കിൽ തന്നെ അതിന് ഓൾമോസ്റ്റ് ഒരെണ്ണത്തിന് 50 രൂപ എങ്ങാണ്ടാണ്. സോ അത്രയും ചാർജ് കൂടേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെടുത്ത് നമുക്കിപ്പോൾ ഒരു സാൻഡ് പേപ്പറാണ് നമ്മൾ ഇതിന് മുകളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ലൈൻ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അടുത്ത ലൈനിന് മുമ്പ് നമുക്ക് സാൻഡ് പേപ്പറിലൊന്ന് വരയ്ക്കാം. അപ്പോൾ ഓരോ തവണ നമ്മൾ വരയ്ക്കുമ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ കിട്ടും. പക്ഷേ എന്തിരുന്നാലും നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഷാർപ്പ് ആൻഡ് ക്രിസ്പി ഫീൽ ഒരിക്കലും നമ്മൾ സാൻഡ് പേപ്പറിൽ വരച്ചാൽ കിട്ടില്ല. അതേസമയം ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഇതുപോലെ വേറെയും ഉണ്ട്. നമുക്ക് ചിത്രം വരയ്ക്കുന്നതിനിടെ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഐസ്ക്രീം ബോക്സ് ആണെങ്കിൽ തന്നെ ഇതൊരു പഴയ ഐസ്ക്രീം ബോക്സ് ആണ്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വേസ്റ്റ് എല്ലാം ഇൻസ്റ്റൻ്റായിട്ട് വെട്ടിയിടാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് അഴുക്കൊന്നും വീഴാതെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മാക്സിമം ആ ഒരു വേസ്റ്റ് എല്ലാം മാനേജ് ചെയ്യാനും അത് ചിത്രത്തിനകത്തും മറ്റൊന്നും ആവാതിരിക്കാനും ഒക്കെ വളരെ ഉപകാരമായിരിക്കും. താഴെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചാൽ എത്രത്തോളം ഓക്വേർഡായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള, കേട്ടാൽ ആർട്ട് മെറ്റീരിയൽ ആണെന്ന് തോന്നുക പോലും ചെയ്യാത്ത ഇഷ്ടം പോലെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും അതിനകത്ത് പ്രമുഖരായ 5 മെറ്റീരിയൽസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ കൂടെ ഞാൻ 2-3 വേറെ മെറ്റീരിയൽസിനെയും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിവേ ഇത് എല്ലാം ഒന്നും ആമസോണിലൊന്നും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും ആയിരിക്കണം എന്ന് പോലുമില്ല. അപ്പോൾ ഈ കാണുന്ന കൂടുതൽ മെറ്റീരിയൽസ് നമ്മൾ ലോക്കൽ സ്റ്റോർസിൽ നിന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു വാച്ച് ദ പ്രീവിയസ് എപ്പിസോഡ്സ്, അതായത് ആർട്ട് മെറ്റീരിയൽ വർക്ക്ഷോപ്പിൻ്റെ മുമ്പത്തെ എപ്പിസോഡ്സ് നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക്സ് ഞാൻ ഈ ഒരു കോർണറിൽ ഇപ്പോൾ പോപ്പപ്പ് ചെയ്യും. യു ക്യാൻ ടാപ്പ് ദാറ്റ്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ഒരു ബെല്ലൈക്കണിലൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പപ്പ് ലിങ്ക് വരും. ആ ഒരു പോപ്പപ്പ് ലിങ്കിനകത്ത് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയത്ത് ഈ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും. ആൻഡ് വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.